നാലാം വാരത്തിലോട്ട് കിടക്കുമ്പോഴും കേരള ബോക്സ് ഓഫീസിൽ മികച്ച കളക്ഷൻ സ്വന്തമാക്കി ഡയറക്ടൻ ചിത്രം ദൃശ്യം 3. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് അറിവിൻ്റെ പുതിയൊരു വീഡിയോ ഇട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന ഡയറക്ടൻ ചിത്രം ദൃശ്യം 3യുടെ 22ാം ദിവസമായിട്ടുള്ള ഇന്നത്തെ ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ടും 21 ദിവസത്തെ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടൊക്കെയാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ഡയറക്ടറിനെ കേന്ദ്ര കഥാപാത്രമാക്കി ജിത്തു ജോസഫ് അണിയിച്ചിരിക്കിയ ദൃശ്യം സീരീസിന്റെ 3ാം ഭാഗം കഴിഞ്ഞ മാസം 21 തീയതി തിയേറ്ററിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. ആദ്യ വീക്കെൻഡിൽ തന്നെ 200 കോടി പിന്നിട്ട ചിത്രം ബോക്സ് ഓഫീസിൽ പിന്നീട് കളക്ഷൻ കുറയുന്ന ഒരു കാഴ്ച കണ്ടെങ്കിലും മികച്ച ഒരു സ്റ്റഡി കളക്ഷൻ കേരളത്തിൽ ചിത്രം സ്വന്തമാക്കുന്നുണ്ട്. ഇപ്പോൾ ആ ചിത്രം 4ാം ഭാഗത്തിലോട്ട് കിടക്കുമ്പോഴും കേരളത്തിലെ ബോക്സ് ഓഫീസിലും തിയേറ്ററുകളിലും നമ്പർ 1 ആയിട്ട് തുടരുകയാണ് ഡയറക്ടർ ചിത്രം ദൃശ്യം 3. ഇപ്പോൾ പുറത്തുവരുന്ന കണക്കുകൾ പ്രകാരം ചിത്രത്തിന് തുടർച്ചയായിട്ടുള്ള 22ാം ദിവസവും കേരള ബോക്സ് ഓഫീസിന് ഏകദേശം 35 ലക്ഷം രൂപയോളം സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതേസമയം ചിത്രത്തിന്റെ ഇതുവരെ പുറത്തുവന്ന കണക്കുകൾ പ്രകാരം ചിത്രം 20 ദിവസങ്ങളുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് 236 കോടി രൂപയോളം ചിത്രം സ്വന്തമാക്കിയെന്ന് അറിയാൻ സാധിക്കുന്നുണ്ട്. ബിസിനസ് ഉൾപ്പെടെ ചിത്രം 330 കോടി സ്വന്തമാക്കിയതിന്റെ പോസ്റ്ററുകളും ഇതിനോടൊപ്പം തന്നെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. മലയാള സിനിമയുടെ എക്കാലത്തെ വലിയ വിജയങ്ങളോട്ട് ഇതിനോടൊപ്പം തന്നെ ദൃശ്യം 3 മാറിയപ്പോൾ തിയേറ്റർ കളക്ഷൻ ഇനി മുന്നിലുള്ളത് വാഴ 2, അതോടൊപ്പം തന്നെ മഞ്ഞുമൽ ബോയ്സ്, എമ്പുരാന്, ലോക തുടങ്ങിയ ചിത്രങ്ങൾ മാത്രമാണ്. ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ ഇതിൽ മഞ്ഞുമൽ ബോയ്സിന്റെ അതോടൊപ്പം തന്നെ എമ്പുരാൻ തുടങ്ങിയ ചിത്രങ്ങളെല്ലാം കളക്ഷൻ ബ്രേക്ക് ചെയ്തേക്കാം. എന്തൊക്കെയാണ് ബിസിനസ് ഉൾപ്പെടെ നോക്കുമ്പോൾ ചിത്രം മലയാള സിനിമകളുടെ എക്കാലത്തെ വലിയ വിജയങ്ങളൊന്നായിട്ട് മാറിയിട്ടുണ്ട്. എന്തൊക്കെയാണ് ഈ ഒരു വീക്കെൻഡിൽ ശക്തമായിട്ടുള്ള ഒരു തിരിച്ചുവരവ് ഡയറക്ടർ ചിത്രം ദൃശ്യം 3ക്ക് നടത്താൻ സാധിക്കുമെന്ന് കണ്ടു തന്നെ അറിയാം. അപ്പോൾ ദൃശ്യം 3 എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.